ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ വ്യഞ്ജനങ്ങൾക്കും പിന്നെ കുറേയൊക്കെ ആദ്യം നമ്മൾ ചർച്ച ചെയ്ത സ്വരങ്ങൾക്കും വരാവുന്ന വേറെ ചില വ്യത്യാസങ്ങളാണ്. ഈ വ്യത്യാസങ്ങൾ വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ തൊണ്ടയിൽ ഉള്ള ഒരു രണ്ട് ഷെൽഫിൻ്റെ തട്ടുകളുണ്ടല്ലോ, അതുപോലെ തൊണ്ടയ്ക്കകത്ത് നിന്ന് എഴുന്ന് നിൽക്കുന്ന രണ്ട് ചർമ്മങ്ങളാണ്. രണ്ട് ചർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭംഗിയായിട്ട് നമുക്കത് വിവരിക്കാനൊക്കില്ല. അതിൻ്റെ ചിത്രം പിന്നൊരവസരത്തിൽ ഞാൻ കാണിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ചർമ്മങ്ങൾ സ്വനപാളികൾ എന്ന് പറയാം വേണമെങ്കിൽ. സ്വനം ഉച്ചരിക്കുന്ന അവസരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പാളികൾ എന്ന് പറയാം. ഇതിന് ഇംഗ്ലീഷിൽ വോക്കൽ ഫോൾഡ്സ് എന്ന് പറയാറുണ്ട്, FOLD ഫോൾഡ്. കൂടാതെ അതിനേക്കാൾ മുമ്പ് വോക്കൽ കോഡ്സ് എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഈ വോക്കൽ കോഡ്സ് എന്ന് പറയുമ്പോൾ പല ആളുകളും അത് മലയാളത്തിലും ഒക്കെ ഇത് വിവരിക്കുന്ന സമയത്ത് സ്വനതന്ത്രികൾ എന്ന് തർജ്ജമ ചെയ്യും. സ്വനതന്ത്രി എന്ന് തർജ്ജമ ചെയ്ത് കഴിയുമ്പോൾ അത് വീണയുടെ കമ്പി പോലെ ഉള്ള എന്തോ ആണ് എന്ന് പലർക്കും തോന്നും. ഇത് കമ്പി പോലെയൊന്നുമല്ല, ഇത് ശരിക്കും എതളുകൾ പോലെ ഉള്ള ചർമ്മങ്ങളാണ്. ഈ ചർമ്മങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ അടിസ്ഥാനം ആയിട്ടുള്ള ഒരു ശ്രുതി എന്ന് വേണമെങ്കിൽ അത്ര സാങ്കേതികമല്ലാത്ത രീതിയിൽ നമുക്ക് പറയാം നൽകുന്നത്. തമ്മിൽ വ്യത്യാസമില്ലേ? ഈ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ഈ ചർമ്മങ്ങൾ, ഈ സ്വനപാളികൾ കമ്പനം കൊള്ളും അല്ലെങ്കിൽ ഇളകും എന്ന് ശുദ്ധ മലയാളത്തിൽ, ലളിത മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളകും. ഇങ്ങനെ ഇളകുന്ന സമയത്ത് ഇളകുക മാത്രമല്ല, അവ തമ്മിൽ കൂടിച്ചേരുകയും വിടരുകയും ചെയ്യും. കൂടിച്ചേരും വിടരും, കൂടിച്ചേരും വിടരും, കൂടിച്ചേരും വിടരും, കൂടിച്ചേരും വിടരും. ഇങ്ങനെ കൂടിച്ചേരുകയും തമ്മിൽ അകന്നു പോവുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ഊഞ്ഞാലാടുന്നത് പോലെയാണ്. ഊഞ്ഞാല ഒരറ്റത്ത് നിന്ന് നടുവിൽ ആദ്യത്തെ അതിൻ്റെ വിശ്രമസ്ഥലത്ത് എത്തിയിട്ട് മറ്റേ അറ്റത്തേക്ക് പോകുന്നു, പിന്നെ തിരിച്ച് വിശ്രമസ്ഥലത്ത് എത്തി മറ്റേ ഭാഗത്ത് എത്തുന്നു. അപ്പോൾ ഒരു ചക്രം പൂർത്തിയാകുന്നു എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ സൈക്കിൾ എന്നാണ് പറയുക. ഒരു വൃത്തം പൂർത്തിയാകുന്നു. ഈ വൃത്തം പൂർത്തിയാകുമ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള വൃത്തങ്ങളുടെ പൂർത്തീകരണം ആണ് ആവൃത്തി എന്ന് പറയുന്നത്. ഒരു ഫാൻ, ഒരു മുറിയിൽ 2 ഫാൻ ഉണ്ടെന്ന് വയ്ക്കുക. ഒരു ഫാൻ അതിൻ്റെ സ്പീഡ് വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ കറങ്ങുള്ളൂ. സ്പീഡ് കൂട്ടി വെച്ച് കഴിഞ്ഞാലോ അത് നല്ല വേഗത്തിൽ കറങ്ങും. അപ്പോൾ വേഗത്തിൽ കറങ്ങുന്നതിന് ഈ കറക്കത്തിൻ്റെ ആവൃത്തി എന്നാണ്, ഫ്രീക്വൻസി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ ആവൃത്തി വളരെ കൂടും. ആവൃത്തി കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ സ്വനപാളികൾ കൂടിച്ചേരുകയും വിടരുകയും ചെയ്യുന്നു. അതിൻ്റെ ആവൃത്തി കൂടുന്തോറും നമുക്ക് ഈ ശബ്ദത്തിൻ്റെ ഈ ആവൃത്തിയും കൂടി, അല്ലെങ്കിൽ ശബ്ദം വളരെ ഉച്ചസ്ഥായിയിലെത്തി എന്ന് പറയുന്നപ്പോഴാണ്. ശബ്ദം ഉച്ചസ്ഥായിയിലെത്തുന്നത് സ്വനപാളികളുടെ കമ്പനത്തിൻ്റെ ആവൃത്തി കൂടുമ്പോഴാണ്. സ്വനപാളികളുടെ കമ്പനത്തിൻ്റെ ആവൃത്തി
കുറയുമ്പോൾ ഇത് വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുന്നു. ഇതാണ് ഈ ഉച്ചസ്ഥായിയും മന്ദിരസ്ഥായിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് സംഗീത വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സംഗീത പരിചയം ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാതെ ഈ ഫിസിക്സിൽ ഈ തരംഗ സിദ്ധാന്തം, തരംഗങ്ങളുടെ അല്ലെങ്കിൽ വേവുകളുടെ ചലനം, അതിനെപ്പറ്റി പഠിക്കുന്നവർക്കും പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞ വേഗം ഓടുന്ന കറങ്ങുന്ന ചക്രവും വളരെ പതുക്കെ കറങ്ങുന്ന ചക്രവും തമ്മിലുള്ള താരതമ്യം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മുടെ ചെവി രണ്ടും നമ്മുടെ വിരലുകൾ കൊണ്ട് മുറുക്കി അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് എന്ന് ഉച്ചരിച്ച് നോക്കാം. അല്ലെങ്കിൽ എന്നുച്ചരിക്കാം, എന്നും ഉച്ചരിക്കുക. എന്ന് ഉച്ചരിക്കുമ്പോൾ കാര്യമായിട്ടുള്ള മുഴക്കമൊന്നും കിട്ടില്ല. പക്ഷേ എന്ന് ഉച്ചരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇസഡ് എന്ന് എഴുതും. അങ്ങനെ എഴുതി കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഉച്ചാരണം അത് സൂ എന്ന് പറയുന്നതല്ല. സൂസനെ നമ്മൾ ഓമനയായിട്ട് സൂ എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് അതൊക്കെ എസ് ആണ് അവൾ. അപ്പോൾ എസ്സിൻ്റെ ഉച്ചാരണം പോലെ അല്ല ഇസഡിൻ്റെ ഉച്ചാരണം ഇംഗ്ലീഷിൽ. ഇത് പക്ഷേ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഇത് അനുഭവിച്ച് തന്നെ അറിയണം. അവനവൻ്റെ ചെവിയിൽ 2 വിരലുകൾ കൊണ്ട് ചെവി അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ഉച്ചരിച്ച് നോക്കിയാൽ മതി. ചില ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് തന്നെ ഒരു മുഴക്കം വരും. ഈ മുഴക്കം ആണ് ശരിക്കും നാദം എന്ന് പറയുന്നത്. നാദം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക സംജ്ഞയാണ്. നാദം എന്ന് പറയുന്നത് അതിന് ഇംഗ്ലീഷ് വോയിസ് എന്ന് പറയാം എന്ന് പറഞ്ഞാലും പെട്ടെന്ന് കാര്യം വോയിസ് എന്ന് പറഞ്ഞാൽ വെറുതെ ശബ്ദം എന്ന് നമ്മൾ ധരിക്കും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സ്വനപാളികളുടെ കമ്പനത്തിൽ കൊണ്ട് ഉണ്ടാകുന്ന അതിൻ്റെ ഫലം, അതാണ് നാദം എന്ന്. സ്വനപാളികൾ അകന്നിരിക്കുകയാണെങ്കിലോ ഇങ്ങനെ അടുത്തേക്ക് വരുന്നേയില്ല. നല്ലപോലെ അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വായു പുറത്തേക്ക് സുഖമായിട്ട് ഒരു തടസ്സവുമില്ലാതെ വരും. അത് ശ്വാസം എന്നാണ് പറയുക. അപ്പം നാദമെന്ന് പറയുന്നതും ശ്വാസം എന്ന് പറയുന്നതും സാധാരണ ഭാഷയിൽ പറയുന്നതല്ല ഈ സ്വന വിജ്ഞാനത്തിൽ ഉദ്ദേശിക്കുന്നത്. സകാരം ഉച്ചരിക്കുമ്പോൾ ശ്വാസമാണ്. അതേസമയത്ത് എന്നുച്ചരിക്കുമ്പോൾ നാദം ആണ്. ഇത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്വനവിജ്ഞാനത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുത ഇതാണ്. അപ്പോൾ നമ്മൾ പയെ പറ്റി ചർച്ച ചെയ്യേണ്ടായി. അപ്പോൾ ഉച്ചരിക്കുന്ന സമയത്ത് സ്വനപാളികൾ ശരിക്കും അകന്നാണ് ഇരിക്കുന്നത്. സ്വനപാളികൾ അകന്നിരിക്കുന്ന സമയത്തോ വായു പുറത്തേക്ക് ഒരു തടസ്സവുമില്ലാതെ സുഖമായിട്ട് പുറത്തേക്ക് വരും. അതേ സമയത്ത് ബാ 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 എന്ന് പറയുമ്പോൾ സ്വനപാളികൾ തമ്മിൽ ചേർന്നാണ് ഇരിക്കുന്നത്. പക്ഷേ ചേർന്നു വിടർന്നു, ചേർന്നു വിടർന്നു, ചേർന്നു വിടർന്നു, അങ്ങനെ സ്വനപാളികൾ ഇങ്ങനെ കമ്പനം കൊള്ളും, വൈബ്രേറ്റ് ചെയ്യും എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് പറയാം. ഇംഗ്ലീഷ് വാക്കുകൾ ആവശ്യത്തിനൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തരക്കേടുമില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട്.